ഗൈസ്, ഗുഡ് ഈവനിങ്. അപ്പം നമുക്ക് ഇന്നുള്ളത് നമ്മൾ സെൻടാഗിൾ എന്നുള്ളൊരു മണ്ഡലയാണ് പഠിക്കാൻ പോകുന്നത്. അങ്ങനെ പഠിക്കാൻ പോകുന്നത് കൊണ്ട് ലെറ്റ്സ് ഡു സംതിങ്. നിങ്ങളുടെ കയ്യിലുള്ള പ്രൊട്രാക്ടർ ഉണ്ടെങ്കിൽ അതെടുത്ത് കയ്യിൽ വയ്ക്കുക. ഫസ്റ്റ് ഒരു സെൻറ്ററിൽ ഒരു ലൈൻ വരച്ചു, അതിന് ക്രോസ് ചെയ്തിട്ട് ഞാനൊരു മിഡ് പോയിൻ്റ് എടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ മിഡ് പോയിൻ്റ്. ഇനി നിങ്ങളുടെ കയ്യിൽ പ്രൊട്രാക്ടർ ഉണ്ടെങ്കിൽ ഹാഫ് സർക്കിളിൻ്റെ പ്രൊട്രാക്ടർ ഉണ്ടാവില്ലേ നിങ്ങളുടെ ജോമെട്രി ബോക്സിൽ, അതെടുക്കുക. അല്ലാത്തവർ ഇങ്ങനത്തെ സാധനം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല, പ്രൊട്രാക്ടർ ഇല്ല, പകരം ഞാൻ അതിൻ്റെ ഫുൾ സർക്കിളിൻ്റെ ഒരു സാധനം എൻ്റെ കയ്യിലുണ്ട്. അതേപോലെ നമ്മൾ സെൻറ്ററിൽ നടുവിൽ വരുന്ന പോയിന്റിൽ ഇത് വെച്ചു, ബാക്കി കറക്റ്റായിട്ട് എടുത്തു. അപ്പം നമുക്ക് ഇവിടെ 90 കിട്ടും, ഇവിടെയും 90 കിട്ടും അല്ലേ, 90 മെഷർമെൻറ്റ്. അപ്പോൾ 90ന് നമുക്ക് മുകളിലും താഴെയും 4 നമുക്ക് വരേണ്ടത്. അപ്പോൾ ഇതിൻ്റെ 90യുടെ മിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ 45 നമ്മൾ മാർക്ക് ചെയ്യും. അതേപോലെ ഇപ്പുറത്തും നമുക്ക് 45 മാർക്ക് ചെയ്യണം. അപ്പം നമുക്കിവിടെ എത്ര എണ്ണം കിട്ടി? 1 2 3 4 അങ്ങനെ 4 സെഗ്മെൻറ്റ്സ് കിട്ടും. അപ്പം ഞാൻ ഈ പോയിന്റ് നമ്മുടെ മിഡിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഈ പോയിന്റ് മിഡിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1 2 3 4 അങ്ങനെ 4 എണ്ണം കിട്ടി. ഇനി അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ ഭാഗത്ത് ഒരു 45 എടുത്ത് ഞാൻ മിഡ് പോയിന്റ് മാർക്ക് ചെയ്തു. നിങ്ങൾക്ക് ഹാഫ് യൂസ് ചെയ്യുന്ന കേട്ടോ ഏറ്റവും എളുപ്പം. ഇതിപ്പോൾ ഇതിലിത്തിരി ബുദ്ധിമുട്ടാണ് മാർക്ക് ചെയ്യാൻ, പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോൾ കയ്യിൽ സാധനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ മാർക്ക് ചെയ്യാണ്. ഈ ഒരു ഫുൾ സർക്കിളുടെ ഇത് വെച്ച് മാർക്ക് ചെയ്യാണ്. ആൻഡ് ഇവിടെ 45 മാർക്ക് ചെയ്തു. ഇനി ഞാൻ ഇതിൽ ലൈൻസ് വരച്ചു, ഇതിവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ എത്ര എണ്ണം കിട്ടി? 1 2 3 4 5 6 7 8 സെഗ്മെൻറ്റ്സ് നമുക്ക് കിട്ടും. ഇനി ഞാൻ എൻ്റെ കോമ്പസ് എടുത്തിട്ട് നമുക്ക് എവിടം വരെ കംപ്ലീറ്റ് ആയിട്ട് ഇത് കിട്ടുമോ എന്നുള്ളത് നോക്കും. ഇവിടെ ഇതൊരു സർക്കിൾ അല്ലേ, ഇതിൻ്റെ എൻഡും. അപ്പോൾ ഞാൻ അവിടെ ഒരു സർക്കിൾ, ഇതാണ് നമ്മുടെ മാക്സിമം വരുന്ന സർക്കിൾ കേട്ടോ. ഇത്രയാണ് നമുക്ക് മാക്സിമം വരുന്ന സർക്കിൾ. അത് വളരെ ലൈറ്റായിട്ട് വരച്ചാൽ മതി, കാരണം ഇതൊക്കെ നമുക്ക് മായ്ച്ച് കളയേണ്ട ഇത് വരും. അതുകൊണ്ട് ലൈറ്റായിട്ടൊരു സർക്കിൾ വരും. സോ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്, ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ പറഞ്ഞു ഇത് നമ്മുടെ മാക്സിമം വരുന്ന സർക്കിളാണ്. പിന്നെ വളരെ കുറച്ചിട്ട് ഇത്രയും ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അവിടെ ഒരു ചെറിയ ഗ്യാപ്പേ കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെ മൊത്തത്തിൽ ഒരു 1 സെൻറ്റിമീറ്റർ വരാൻ പാടുള്ളൂ കേട്ടോ, അതിൽ കൂടുതലാവാൻ പാടില്ല. എന്നിട്ട് നമ്മൾ ഒരു സർക്കിളും കൂടെ വരച്ചു. ഇത് വരച്ചതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ പെൻസിൽ ഉണ്ടാകുമ്പോൾ പെൻസിൽ എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഈ 1 സെൻറ്റിമീറ്ററിൻ്റെ അവിടേക്കില്ലേ, 1 സെൻറ്റിമീറ്റർ അല്ല, സോറി, നിങ്ങൾ ഒരു ഇതും കൂടെ കുറച്ചോളൂ കേട്ടോ, കുറച്ച് താഴേക്ക് കുറച്ചോളൂ. 1 സെൻറ്റിമീറ്റർ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ആവില്ല, ഐ എം റിയലി സോറി. അപ്പം ഞാൻ അതിനെ കുറച്ച് താഴേക്ക് ആക്കിയിട്ട് ഒരു 2 സെൻറ്റിമീറ്ററിലേക്ക് ആക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു 2 സെൻറ്റിമീറ്റർ ഉണ്ട്. എക്സാക്ട്ലി 2 സെൻറ്റിമീറ്റർ ഉണ്ടോ? യെസ്, എക്സാക്റ്റ് 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ 2 സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പിൽ ഇവിടെ ഈ ഒരു പോയിന്റിലേക്ക്, അതായത് ഇവിടെ നിന്ന് ഇവിടേക്ക് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഓരോ സൈഡിലും ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ ഒരു സർക്കിൾ വരച്ചു, അതിന് 1 സെൻറ്റിമീറ്റർ മാറിയിട്ട് 2 സെൻറ്റിമീറ്റർ മാറിയിട്ട് ലൈൻ വരച്ചു. ഇനി ഏറ്റവും ടോപ്പിൽ ഇത് 2 സെൻറ്റിമീറ്ററിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ളതുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. എവിടെയും വരച്ചു, ഈ ഒരു പോയിന്റിൽ വരച്ചു കൊടുക്കാം. നമുക്കിത് ഇങ്ങനൊരു മെഷർമെൻറ്റ് കിട്ടും. ഇനി നമ്മൾ ചെയ്യാനുള്ളത്, ഒപ്പം റബ്ബ് ചെയ്തുകൊണ്ട് തന്നെ വേണം ചെയ്യാൻ. ഈ ഒരു പോയിൻ്റില്ലേ, ഈ ഒരു പോയിന്റിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനൊരു ഇതിങ്ങനെ കൊടുക്കുക. ഒരുപാട് മെഷറൊന്നും ചെയ്തിട്ടല്ല, ജസ്റ്റ് ഒരു കേർവ് ഇങ്ങനെ. നമ്മളിത് കഴിഞ്ഞ് പെന്നുകൊണ്ട് വരയ്ക്കും. അപ്പം നമുക്കത് ഒന്നുകൂടെ നന്നായിട്ട് ചെയ്യാം. കണ്ടോ,
പിന്നെ വന്നു ഇപ്പം എല്ലാത്തിൻ്റെയും ഇങ്ങനെ വരച്ചു. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഞാൻ നമ്മൾ പെന്നുകൊണ്ട് വരയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരും. സോ നിങ്ങൾ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഒരു പേപ്പർ എടുത്തു, അതിൻ്റെ രണ്ട് സൈഡിലേക്കും ഓരോ ലൈൻസ് വരച്ച്, ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും ലൈൻസ് വരച്ചിട്ട് ഒരു സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തു. ഈ സെൻറ്റർ പോയിന്റിന് പ്രൊട്രാക്ടർ വെച്ചിട്ട് നമ്മൾ ഈ ഒരു സൈഡിനെ 4 ഡിവൈഡ് ചെയ്തു, ഇവിടെയും 4 ഡിവൈഡ് ചെയ്തു. ഇനി പ്രൊട്രാക്ടർ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോമ്പസ് കൊണ്ട് ഞാൻ സെൻറ്റർ കണ്ടുപിടിച്ച് വരയ്ക്കാൻ പഠിപ്പിച്ച് തന്നിട്ടില്ലേ, അത് ചെയ്താലും മതി. അങ്ങനെ ഇവിടെ 1 2 3 4 5 6 7 8 എന്നുള്ള 8 ഡിവിഷൻസ് നമുക്ക് സിമ്പിൾ ലൈൻസ് ഇട്ടിട്ട് കിട്ടും. ലൈൻസ് ഇട്ട് കിട്ടിയതിന് ശേഷം നമുക്ക് ഒരു മാക്സിമം നമുക്ക് എത്ര പേജിൽ വരയ്ക്കാൻ പറ്റുമോ ഒരു സർക്കിൾ ഈ എല്ലാ ലൈൻസിലൂടെ പാസ് ചെയ്യുന്ന പോലെ വരയ്ക്കണം. ആ വരച്ചതിന് ശേഷം അവിടെ നിന്ന് 1 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് ഒരു റൗണ്ട് വരയ്ക്കണം. ഒരു 1 സെൻറ്റിമീറ്റർ, അതായത് ഇവിടെ നിന്ന് 2 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ ഒരു ലൈൻ വരയ്ക്കണം. എന്നിട്ട് ഈ എൻഡ് പോയിന്റിൽ നിന്ന് ഇപ്പുറത്തെ ലൈനിൻ്റെ ഈ 2 സെൻറ്റിമീറ്ററിന് അവിടേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. ആ ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ളത് കിട്ടും. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ വരച്ചത്, ഇവിടെ നിന്നത് ഇപ്പുറത്തെ ലൈനിൻ്റെ ഒരു മിഡ് എത്തണ്ട, മിഡിൻ്റെ കുറച്ച് മുന്നേ ഒരു 1/4 ഭാഗത്തേക്കൊക്കെ ആക്കിയിട്ട് വരയ്ക്കുക. ആ അത്രയും വരച്ചത് നമ്മളിപ്പോൾ നമുക്ക് മാർക്കർ കൊണ്ട് വരച്ചു കൊടുക്കാം. മാർക്കറോ അല്ലെങ്കിൽ ഏത് പെന്നാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, സ്കെച്ച് ആണെങ്കിൽ സ്കെച്ച്, ജെൽ പെൻ ആണെങ്കിൽ ജെൽ പെൻ, അത് വെച്ചിട്ട് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ ജസ്റ്റ് ആ ലൈൻസ് മാത്രം വരച്ചു. ഈ ലൈൻസ് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ഇപ്പുറത്തേക്ക് വരുന്ന ഈ ജോയിനിങ് ലൈനാണ്. അപ്പോൾ ആ ജോയിനിങ് ലൈന് ഞാൻ ഇങ്ങനെ വരച്ചു, അതിൻ്റെ ഇപ്പുറത്ത് വരുന്ന ക്രോസിങ് ലൈനും ഞാൻ വരച്ചു. സെയിം തന്നെയാണ് എല്ലാ സൈഡ്സിലും ഞാൻ ഈ ഒരു ജോയിനിങ് ലൈൻസ്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഒരു ഈക്വൽ അല്ലാത്തൊരു ട്രയാങ്കിൾ കിട്ടും. ഈ ഹൈലൈറ്റ് ചെയ്തത് മാത്രമാണ്. നമ്മളിപ്പോൾ ഇത് ബാക്കിയുള്ളത് റബ്ബ് ചെയ്ത് കളയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ആദ്യം തന്നെ നമ്മൾ മായ്ച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അതില്ലാതെ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതെനിക്ക് കുറച്ച് വിരിവ് കുറവുള്ളതുപോലെ തോന്നി, അപ്പം ഞാനതൊന്ന് ഇത്തിരി വലുതാക്കി വരയ്ക്കുകയാണ്. ഉണ്ടോ, നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഷേപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ എക്സസ് ആയിട്ടുള്ള നമ്മൾ പെൻസിൽ കൊണ്ട് വരച്ചതൊക്കെ മായ്ച്ച് കളയണം. ഞാനതെല്ലാം റബ്ബ് ചെയ്ത് കളയുകയാണ്. പിന്നെ നിങ്ങൾ എപ്പോഴും നമ്മൾ മണ്ടലയൊക്കെ ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഇറേസർ അല്ലെങ്കിൽ റബ്ബർ യൂസ് ചെയ്യുക. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേപ്പർ അങ്ങനെ ഡാമേജ് ആവും. ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ വരയ്ക്കാൻ തന്നെ നമുക്ക് തോന്നില്ല. അതൊരു റിയാലിറ്റിയാണ്. പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ഹാൻഡിൽ വരയ്ക്കാൻ പറ്റുന്ന ഒരു ടൈം ഇപ്പം എന്നല്ല, നിങ്ങളെല്ലാവരും ബിഗിനേഴ്സാണ്, അല്ല നിങ്ങൾക്ക് പറ്റില്ല, കുഴപ്പമില്ല. ഞാൻ ഫ്രീ ഹാൻഡിൽ വരയ്ക്കാമെന്നുണ്ടെങ്കിൽ ഒരു ലൈൻ ഇട്ടിട്ട് അതിനെ 8 ആയിട്ട് ഇതുപോലെ ഡിവൈഡ് ചെയ്തിട്ട് ചെയ്താലും മതി. കണ്ടോ, ഇങ്ങനത്തെ ഒരു സ്റ്റാർ പോലത്തെ ഫിഗറാണ് നമുക്ക് കിട്ടുക. ഇതാണ് സെൻറ്റാങ്കിൾ എന്ന് പറയുന്ന ഫിഗർ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നത്തെ മണ്ടലയ്ക്ക് ഞാൻ ഓറഞ്ച് കളർ തീമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സെഗ്മെൻറ്റ്സ് അല്ലേ, ഇത് ഫുൾ ഞാൻ ഓറഞ്ച് കൊടുക്കുകയാണ്. ഞാൻ ആക്ച്വലി ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേറൊരു എപ്പിസോഡ് ലാസ്റ്റ് ഡേ ഇടാൻ വേണ്ടി എടുത്തായിരുന്നു, പക്ഷേ എടുത്തത് കറക്റ്റായില്ല. അപ്പോൾ ഞാൻ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഐ വിൽ ബി പുട്ടിങ് ഇറ്റ് ഷോർട്ട്ലി. ഇതുപോലെ ഏതെങ്കിലും ഒരു ദിവസം അഡീഷണൽ മൊഡ്യൂളായിട്ട് അത് ഇട്ട് തരാം. ഇറ്റ് ഇസ് നോട്ട് ലുക്കിംഗ് ദാറ്റ് ഗുഡ്. എനിക്കതിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ടാണ്. ഞാൻ ഇത് മുഴുവൻ ഓറഞ്ച് പെയിൻറ്റ് കൊടുക്കുകയാണ്.
അല്ല, അപ്പോൾ ഇത്രയായിട്ട് ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിൽ ഓരോന്നിലും ഓരോ സ്പെസിഫിക് ഡിസൈനായിട്ട് നമ്മൾ മുന്നേ ഒരു മണ്ഡല ആർട്ട് ചെയ്തിരുന്നു സിമിലർ ഷേപ്പിൽ. അത് വേണമെങ്കിൽ അതുപോലെ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ഡലാസ് എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ പോകും. അപ്പോൾ വാട്ട് ഐം ഗോണ ഡു ഇസ്, ഇപ്പം ഞാൻ നോർമൽ മണ്ഡല പോലെ പാറ്റേണിലാണ് പോകുന്നത്. ഇറ്റ്സ് ജസ്റ്റ് ഷേപ്പിൽ മാത്രം വ്യത്യാസം വരുന്ന രീതിയിൽ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഈക്വൽ ലെങ്തിൽ ജസ്റ്റ് ഒരു 1 സെൻറ്റിമീറ്റർ ഒക്കെ എടുത്തിട്ട് ഒരു ഉള്ളിൽ സർക്കിൾ വരച്ചിരിക്കുകയാണ്. ഇനി ഈ സർക്കിൾ ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് പെൻസാണ്. അതും സെയിം കളറിലുള്ള പെൻസാണ്. സോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു പെറ്റൽസ് കൊടുക്കുകയാണ്. ആ പെറ്റൽസ് കൊണ്ടുവരുമ്പോൾ ഈ ലൈനും മാക്സിമം വിടർത്തി ഇൻ ദ സെൻസ് ഇവിടെ ചെറിയ ഗ്യാപ്പ് മാത്രമേ നമുക്ക് വരാൻ പാടുള്ളൂ. ഇവിടെ നിന്ന് അതേപോലെ തന്നെ ഇങ്ങനെ വിടർത്തി എല്ലാ കോർണേഴ്സിലും എത്തുന്ന പോലെ ഈ കോർണറിൽ നിന്ന് ആകെ നമ്മൾ 2 കോർണർ ഈ ഒരു പോയിന്റ് മാത്രമേ വിടുള്ളൂ കൊടുത്തിട്ട് കണ്ടോ ഇങ്ങനൊരു ഫ്ലവർ ആക്കിയെടുക്കാം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാനുള്ളത് ഈ ഫ്ലവറിൻ്റെ ഉള്ളിൽ നമ്മൾ ഓറഞ്ച് ഫില്ല് ചെയ്യുന്നുള്ളത്. അല്ലോ നമ്മൾ ഇത്രയും വരച്ചു. ഇനി ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കണ്ടേ ആ ഒരു റൗണ്ട്. ഇപ്പം ഞാൻ ഇങ്ങനെ ഇതിനൊന്ന് ക്ലോസ് ചെയ്ത് ഇത്രയായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി നമ്മുടെ നെക്സ്റ്റ് ഡ്യൂട്ടി ഈസ് സ്പെസിഫിക്കലി നമ്മൾ ഇനി ഒരു 0.5 ഒക്കെ അത്രേ പാടുള്ളൂ കേട്ടോ. 0.5 മെഷർമെൻറ്റിൽ ഒരു ലൈനും കൂടെ വരയ്ക്കാം. വരയ്ക്കുമ്പോൾ നമുക്ക് ഇത്തവണ അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഫസ്റ്റ് തന്നെ ഈ ബോർഡർ ഇട്ട് കൊടുക്കാം. ലൈറ്റ് ഇനി ഞാൻ അതേ പെന്നുകൊണ്ട് സെയിം കളറിലുള്ള പെന്നുകൊണ്ട് ഇങ്ങനെ ഒരു ഇട്ട് കൊടുക്കാം. അപ്പോൾ അതായത് ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് 2 സ്പൈറൽസ് വരും. അത്രേ വരാൻ പാടുള്ളൂ, 2 എണ്ണം മാക്സിമം. അപ്പം നമ്മൾ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ ഉള്ളിൽ 2 സ്പൈറൽസ് വരുന്ന രീതിയിൽ വേണം അത് വരച്ചെടുക്കാൻ. കണ്ടോ ഒരു നല്ല അരുമയുള്ള ഒരു സെൻറ്ററായി കിട്ടി നമുക്ക്. കാരണം ഇവിടെ ഫുള്ളാണ്, ഇവിടെ ഇത്തിരി ഗ്യാപ്പ് വരുന്നത്. ഇനി അവിടെ തന്നെ നമ്മൾ സ്പേസ് വിട്ടിട്ട് കുറച്ചുകൂടെ വലിയ ഇത് വരും, ഒരു 1 സെൻറ്റിമീറ്ററൊക്കെ വരുന്ന രീതിയിൽ വരും. 1 സെൻറ്റിമീറ്ററിൻ്റെ അവിടെയും നമ്മൾ ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കുക.
സോറി ഗൈസ്, എനിക്ക് ഈ അറ്റത്ത് മാത്രം വരയ്ക്കുമ്പോൾ എന്താണെന്നറിയില്ല, തെറ്റിപ്പോകുന്നുണ്ട് ഈ ഒരു ഡയറക്ഷൻ മാത്രം. നമുക്ക് നോക്കാം, ഞാനത് മാക്സിമം ശരിയാക്കി വരയ്ക്കാൻ നോക്കാം. ഞാൻ ഇരിക്കുന്ന പൊസിഷൻ്റെ ഒരു പ്രശ്നമാണത്. കണ്ടില്ല? ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സ്പൈറൽസ് ചെയ്യാനുണ്ട്. സ്പൈറൽസ് അല്ല, ടോം ഡിസൈനാണ് കൊടുക്കുന്നത്. അതിന് ഇവിടെ ഇതിൻ്റെ ഓൾമോസ്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഈ ഓൾമോസ്റ്റ് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അതേപോലെ ഇങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു പെറ്റൽ കിട്ടും. സെയിം ഇതിൻ്റെ ഇതേ പൊസിഷനിൽ നിന്ന് ഇപ്പുറത്തേക്കും ഇതിൻ്റെ ഒരു ഓൾമോസ്റ്റ് സെൻറ്ററിൽ നിന്ന് ഇപ്പുറത്തേക്ക് നമ്മൾ കൊടുത്തു. അതേപോലെ ഓരോ ഈ മിഡ് പോയിൻ്റ് വരുന്ന അവിടേക്കും ഈ സെൻറ്റർ, ഏകദേശം സെൻറ്റർ കേട്ടോ, എക്സാക്റ്റ് സെൻറ്റർ എന്നൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നിങ്ങൾ അതുപോലെ ഏകദേശം സെൻറ്റർ എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ നടുവേ കൊടുത്തിരിക്കുന്ന ലൈനിൻ്റെ അവിടേക്ക് വരച്ചു കൊടുക്കുക. നമുക്കിത്രയും പെറ്റൽസ് കിട്ടി. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു ലെയർ ഓഫ് രണ്ട് ലെയർ ആക്ച്വലി വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ലെയർ, ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു ലെയർ, എന്നിട്ട് ആ ലെയർ നമ്മൾ കംപ്ലീറ്റ്ലി ഓറഞ്ച് കൊടുക്കുക. ഇവിടെ നിന്ന് സെയിം തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് വേഗം ഫില്ല് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ എന്താ ചെയ്യേണ്ടതെന്ന്. 3 ടോംബ് ഡിസൈൻ വരും. ആ ടോംബ് ഡിസൈനിൽ ഏറ്റവും ഉള്ളിൽ മാത്രം നമ്മൾ കംപ്ലീറ്റ്ലി ഓറഞ്ച് ഫില്ല് ചെയ്ത് കൊടുക്കും. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ലൈൻ. ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ക്ലട്ടേർഡ് ആവും. നമ്മളിങ്ങനെ ചെറിയ ഗ്യാപ്പിലുള്ള ലൈൻസ്, ഫ്രീ ഹാൻഡ് ലൈൻസ് ആണ് കേട്ടോ. സ്കെയിലൊക്കെ യൂസ് ചെയ്ത് ചില സമയം അതിൻ്റെ അപ്പുറത്തെ ഇതിലേക്കൊക്കെ പോവും. നമ്മളിങ്ങനെ ഫ്രീ ഹാൻഡായിട്ട് ലൈൻസ് ഇട്ട് കൊടുക്കും. മണ്ഡല ഓൾമോസ്റ്റ് നമ്മുടെ തീരാനായി. ഇനി 1-2 പ്രോജക്ട്സും കാര്യങ്ങളും കൂടെ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ബോഹോല് ഫോക്കസ് ചെയ്തതിന് ശേഷം ഗ്ലാസ് പെയിൻറ്റിങ്ങിലേക്ക് മാറും കേട്ടോ.
നമ്മുടെ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള ഈ ഒരു മന്ദല ഇത്രയേ ഉള്ളൂ. അല്ലേ? താങ്ക് യു ഗൈസ്. ഇനി അടുത്തത് നമുക്ക് ഇവിടെ ഒരു സ്റ്റോപ്പർ വരുന്നുണ്ട്. കാരണം കണ്ടോ, ഇത്രയും വെച്ചിട്ട് നമ്മളൊരു ലെയർ കൂടെ കൊടുക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, അത്രയേ ഉള്ളൂ നമുക്ക് അവിടെ വരാൻ. കാരണം അതിൻ്റെ ഇനി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്കാവും. നമ്മളത് ചെയ്യാതെ അവിടെ ഒരു സർക്കിൾ കൊടുത്തു. ഇനി അതിൽ ഞാൻ സിമ്പിളായിട്ടുള്ള ഈ ഒരു പ്രിൻ്റാണ് കൊടുക്കുന്നത്. നമ്മളെപ്പോഴും ചെയ്യാറുള്ള ഈ പ്രിൻ്റല്ലേ, ഈ ഒരു ഫ്ലവറിൻ്റെ ഇതുപോലത്തെ. ഇത്രയും കൊടുത്തു. ഇനി നെക്സ്റ്റ് ഞാനിതൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം. സെഗ്മെൻറ്റ് ബൈ സെഗ്മെൻ്റ് ആയിട്ട് നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാം. അതായിരിക്കും കുറച്ചുകൂടെ വൃത്തിയിൽ കിട്ടുക. കണ്ടില്ലേ? ഇത്രയുമായി. ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് ഈ പെൻഡിങ് വന്നിട്ടുള്ള ലൈൻസാണ്. അവിടെ നമ്മൾ വെറും ലൈൻസാണ് ഇട്ട് കൊടുക്കുന്നത്.